ഹലോ, വെൽക്കം ബാക്ക് ലേലൂസ് ലൈഫ്. ഇന്ന് നല്ല മഴയാണ് കേട്ടോ. അതോടൊപ്പം തന്നെ എൻ്റെ കൊളീഗിൻ്റെ ഹൗസ് വാമിംഗ് ആണ് നടക്കുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാൻ റെഡിയാകാണ്. ഞാൻ റെയിൻകോട്ടൊക്കെ എടുത്ത് സെറ്റായിട്ട് വണ്ടിമേൽ പോകാൻ തീരുമാനിച്ച്. പക്ഷേ പോണ വഴിക്ക് നല്ല മഴ ആയതുകൊണ്ട് വണ്ടി സൈഡാക്കിയിട്ട് എൻ്റെ കൊളീഗ് വേറെയും വരുന്നുണ്ട്. അവരെ കൂടെ ഞാൻ കയറിക്കൂടി. പോണ വഴിക്ക് ഞങ്ങൾ ഹൗസ് വാമിങ്ങിനുള്ള ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു പ്ലേസ് ഉള്ളത് നമ്മളെ കരിഞ്ചാപ്പാടി കഴിഞ്ഞിട്ട്, അതായത് മലപ്പുറത്ത് നിന്ന് പോകുകയാണെന്നുണ്ടെങ്കിൽ കരിഞ്ചാപ്പാടി കഴിഞ്ഞിട്ട് വലത് സൈഡിലായിട്ടുള്ള ഹോം ഡെക്കറൊക്കെ ഉണ്ട്. അതായത് ഹോം ഡെക്കറേഷൻ ചെയ്യാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഈ ഷോപ്പിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. പിന്നെ അവിടെ എത്തിയതിന് ശേഷമാണ് ഈ ഒരു വീഡിയോ എടുത്താലോ എന്ന് തന്നെ ചിന്തിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ നമുക്ക് വെറൈറ്റി ആയിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഹാങ്ങിങ് മിററ്, സ്റ്റാൻഡിങ് മിററ്, അതേപോലെ തന്നെ ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുന്ന പ്ലാന്റ്സ്, ഇതുപോലത്തെ നല്ല നല്ല ഭംഗിയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഇതിനൊക്കെ 2600 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന് വരുന്നത് 1200 സംതിങ് ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരുപാട് സെറാമിക് പോട്ട്സ്, ഇങ്ങനെയുള്ള ഒത്തിരി ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത്. ഇതിനൊക്കെ വരുന്നത് 1200 സംതിങ് ആണ് ഈ ഒരു പ്ലാന്റിനൊക്കെ വരുന്നത് കേട്ടോ. പക്ഷെ അതിലാരും ഒരു തിക്ക് കൂടിയ ഒരു പ്ലാന്റാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഞാൻ കാണിക്കാം. പിന്നെ അതുപോലെ തന്നെ ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഇവിടെ ഉണ്ട്. എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. ഇങ്ങനെ നമുക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ഹാങ്ങിങ് മിററൊക്കെ കണ്ടപ്പോൾ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും അങ്ങനെയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫ്ലവർ വരുന്നത് കണ്ടോ, ഈ ഒരു ഫ്ലവറിന് 210 രൂപയാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഫ്ലവർ ഗിഫ്റ്റ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയും നൽകാം. നമ്മളൊരു വലിയൊരു ഗിഫ്റ്റാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതുപോലത്തെ ഉള്ള ഗിഫ്റ്റുകളും അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ഒരുപാട് കാലിഗ്രാഫി എഴുത്തുകളാണ് വരുന്നത്. ഒരുപാടുണ്ട്, ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് എഴുത്തുകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഞങ്ങളെ വണ്ടിയിൽ എങ്ങനെയൊക്കെയോ സാഹസികമായിട്ട് ഈ ഒരു പ്ലാൻസ് ഞങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ചെറിയൊരു ഇടുങ്ങിയ വഴി ആയതുകൊണ്ട് അങ്ങോട്ട് കാറ് പോകില്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് താങ്ങി പിടിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ വെക്കുന്നുണ്ട്, കാരണം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ രണ്ടാൾ കൈ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിക്കുന്നുണ്ട്, നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യാലും നമ്മൾ സാറിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ സാറിന് കണ്ടു, വഴിയിൽ വെച്ചിട്ട് നമ്മളെ കണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് ഞങ്ങൾ അവിടെ കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഗിഫ്റ്റ് അവിടെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്, കാരണം ഒന്ന് അവർ സെറ്റായിട്ട് എവിടെ ഒന്ന് വെച്ചോട്ടെ. അപ്പോൾ ഇതാണ് സാറിൻ്റെ വീട്. ഞാൻ വീടിൻ്റെ വീഡിയോസൊന്നും ഫുള്ളൊന്നും എടുത്തിട്ടില്ല, കാരണം ഞങ്ങൾ ചെന്ന സമയത്ത് കറണ്ടൊക്കെ പോയിട്ടുണ്ട്. അവിടെ നല്ല കാറ്റും മഴയായിരുന്നു, അപ്പോൾ കറണ്ടൊന്നുമില്ല. അവിടെയാണ് സാർ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളവിടെ വീട്ടിലെത്തി. പിന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വീടാണ്, മാഷാ അല്ലാ. അപ്പോൾ അവിടെ എത്തിയതിൻ്റെ ശേഷം നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ചു പോരുകയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ. അസ്സലാമു അലൈക്കും.